ദീർഘകാലമായി വിട്ടുമാറാത്ത തലവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഒന്ന്, ഡയഗ്നോസിസ്. ഫോർ എക്സാമ്പിൾ, സൈനസൈറ്റിസ് എന്നത് മൈഗ്രെയിനുമായി വളരെയധികം സിമിലർ ആയ കണ്ടീഷൻ. പ്രോപ്പറായ രോഗനിർണയം നടത്താത്തത് കൊണ്ട് തന്നെ മൈഗ്രെയിൻ ആണെന്ന് കരുതി കഴിക്കുന്ന മെഡിസിൻസ് നിങ്ങളുടെ തലവേദനയ്ക്ക് ആശ്വാസം നൽകണമെന്നില്ല. രണ്ട്, കൃത്യമായ ട്രീറ്റ്മെന്റ് ആണ്. ഒരു കോംപ്ലക്സ് ന്യൂറോളജിക്കൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ ഓരോ ആളുകളിലും ഡിഫറെന്റ് ആയിരിക്കും. ഈവൻ ഒരേ ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിനോ സഹോദരങ്ങൾക്കോ കസിൻസിനോ വരുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് വരുന്ന തലവേദന. സോ ഇൻഡിവിജ്വലിസ്റ്റിക് ആയി ഓരോ ആളുകളുടെയും ലക്ഷണങ്ങൾ മനസ്സിലാക്കിയുള്ള പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് ആണ് മൈഗ്രെയിനിന്റെ ആവശ്യം. റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക, ശരിയായ ആഹാര രീതി, പ്രോപ്പറായിട്ട് ഉറങ്ങുക എന്നിങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ട്രീറ്റ്മെന്റിനോടൊപ്പം ആവശ്യമാണ്. ഫ്രീക്വന്റ് ആയിട്ട് തലവേദന പറയുന്നവരിൽ കൃത്യമായത് ഡയഗ്നോസ് ചെയ്യാനും അവരുടെ ലക്ഷണങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഹോമിയോപ്പത്തിക് മെഡിസിൻസ് നൽകുകയും കൃത്യമായ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അഡ്വൈസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായി ഫോളോ ചെയ്യുന്നവർ മൈഗ്രെയിനിൽ നിന്നും ഇംപ്രൂവ് ആവുന്നതായി കാണാറുണ്ട്. കുറെ കാലമായിട്ട് നിങ്ങൾക്ക് വിട്ടുമാറാത്ത തലവേദന വരുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ. ബൈ.